ബാക്ക് ടു എജുപോഡ്. നിങ്ങളുടെ സ്വാതി മിസ് ആണ്. യെസ്, അപ്പം നിങ്ങൾ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നന്നാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് മിസ്സിന് അറിയാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചില ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ മനസ്സിലാവാത്തതുണ്ടല്ലേ, കുറേ ഡൗട്ടുകളൊക്കെ വരും അല്ലേ. ആ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. റെഡി മക്കളെ? വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. മിസ് ഏത് ചാപ്റ്റർ ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന് നോക്കിയാലോ? നമ്മൾ സെറ്റ് ആണല്ലോ? എല്ലാവരും സൂപ്പർ ആക്കി പഠിക്കണം കേട്ടോ, എക്സാം തൊട്ടടുത്താണ് കേട്ടോ. റെഡി? അവ നോക്കിയേ, പാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. വാട്ടർ, വെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ത്രിലോക് സിംഗ് ഠക്കുരേല അല്ലെ, ത്രിലോക് സിംഗ് എഴുതിയിട്ടുള്ള ഒരു കവിതയായിരുന്നു. ആ കവിതയിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യന്റെ മുന്നേ ഒരു കാര്യം മിസ് പറഞ്ഞുതരാം. നിങ്ങൾ അടുത്ത വർഷം 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് അല്ലേ. 6ാം ക്ലാസ്സിലേക്കുള്ള നമ്മുടെ സൂപ്പർ ബാച്ചിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. എജുപോർട്ടിന്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 2599 രൂപയ്ക്കാണ് ഒരു വർഷത്തെ ഫുൾ സബ്ജക്റ്റും ഫുൾ ക്ലാസ്സും എക്സാംസും എല്ലാം നിങ്ങൾക്ക് എജുപോർട്ട് തരുന്നത് അല്ലേ. വളരെ കുറഞ്ഞ പൈസ മാത്രമാണ്. ഓക്കെ, 2500 രൂപയ്ക്കാണ് ഒരു വർഷം മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ നിങ്ങളുടെ ക്ലാസ് ഏപ്രിൽ 6ാം തീയതി തുടങ്ങുന്നുണ്ട്. കുറച്ച് ദിവസമേ ഉള്ളൂ ഏപ്രിൽ 6ാം തീയതിക്ക് അല്ലേ. യെസ്, അപ്പം നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സൂപ്പർ ബാച്ച് എന്ന് പറഞ്ഞിട്ട്. അതിൽ കയറിയിട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ മതി. എജുപോർട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം മിസ് പറഞ്ഞു തരാം. ആദ്യം ജോയിൻ ചെയ്യുന്ന 2000 സ്റ്റുഡൻസിന് മാത്രമാണ് ഓഫർ ഉള്ളത്. 2000 സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇത്രയും പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പം ഇപ്പം തന്നെ ജോയിൻ ചെയ്തോ. അടുത്ത വർഷം മിസ്സിൻ്റെ മക്കൾ 6ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിനെ പോലെ കുറച്ചുകൂടി അധികം പഠിക്കാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം മുതലേ പഠിച്ചു തുടങ്ങണം കേട്ടോ. ഓക്കെ, അപ്പം പാനി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ചിത്രദേക്കേ കവിതാസേ സമാൻ ആശയ വാലി പംക്തിയാം ജോഡേ. ചിത്രം നോക്കൂ, കവിതാസേ കവിതയിൽ നിന്ന് സമാൻ ആശയ വാലി സെയിം ആശയം വരുന്ന എന്ത് കണ്ടെത്തുക? പംക്തിയാം ജോഡേ. പംക്തി എന്ന് പറഞ്ഞാൽ വരികളാണ് അല്ലെ, വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചിത്രത്തിന് മാച്ച് ആയിട്ടുള്ള വരികൾ ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. 2 ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, കണ്ടോ? അപ്പം ആദ്യത്തെ ചിത്രത്തിന് മാച്ച് ആയിട്ടുള്ള വരി ഏതാണ്? മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിത്രം നോക്കിക്കോ, കണ്ടോ? ചിത്രം ശരിക്കും നോക്കിക്കേ. ഇനി വരി എന്താ മിസ് അർത്ഥം പറഞ്ഞുതരാം. പാനി സേ ഹി ബഹ്തേ ജർനെ നദിയാം നാലേ ബഹ്തേ. എന്താ പറഞ്ഞിരിക്കുന്നത്? വെള്ളം സേഹി ഉള്ളത് കൊണ്ടാണ് അല്ലെ. പാനി സേഹി എന്ന് പറഞ്ഞാല് വെള്ളം ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ബഹ്തേ ജർനെ. ജർനെ എന്ന് പറഞ്ഞാൽ അരുവികളാണ്. അരുവികൾ ബഹ്തേ ഒഴുകുന്നത്. വെള്ളം ഉള്ളത് കൊണ്ടാണ് അരുവികൾ ഒഴുകുന്നത്. അതിന്റെ കൂടെ തന്നെയോ നദിയാം നാലേ ബഹ്തേ, നദികളും അരുവികളും ഒക്കെ ഒഴുകുന്നത് വെള്ളം. നാലേ എന്ന് പറഞ്ഞാൽ തോടുകളൊക്കെയാണ്. തോടുകളൊക്കെ ഒഴുകുന്നത് വെള്ളം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത പിക്ചർ നോക്കിക്കോ. കണ്ടോ? ഇതെന്താണ്? ഈ പിക്ചർ എന്താണ്? വാഴപ്പഴം, വാഴ കാണുന്നുണ്ട്, തെങ്ങ് കാണുന്നുണ്ട്, നെൽകൃഷി കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഏത് വരിയാണ് മാച്ച് ആയിട്ടുള്ളത്? പാനി സേഹി ഫസലേ മുക്തി ഹർ വൻ ഉപവൻ ഫൽത്ത. എന്താ പറഞ്ഞിരിക്കുന്നത്? പാനി സേഹി വെള്ളം ഉള്ളത് കൊണ്ടാണ് ഫസലേ മുക്തി വിളവുകൾ വിളയുന്നത് അല്ലേ. കൃഷി ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ്? വാഴപ്പഴം കാണുന്നുണ്ട്, തെങ്ങിന്റെ മേലെ തേങ്ങ കാണുന്നുണ്ട്, നെൽവയൽ കാണുന്നുണ്ട്. അപ്പൊ വെള്ളം ഉള്ളത് കൊണ്ടാണ് വിളകളൊക്കെ വിളയുന്നത്, മുളയ്ക്കുന്നത്. ഉഗത്തി എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക എന്നാണ്. വെള്ളം ഉള്ളത് കൊണ്ടാണ് മുളയ്ക്കുന്നത്. എന്നിട്ടോ ഹർ വൻ ഉപവൻ ഫൽത്ത. ഉപവൻ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാണ് അല്ലെ. എല്ലാ വനങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ എന്താണ്? പൂക്കുന്നതൊക്കെ വെള്ളം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. പടേ ഓർ ബരേ, വായിക്കൂ എന്നിട്ട് എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ കുറച്ച് എഴുതാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ അടുത്ത് നിറയ്ക്കണം അല്ലേ, നിറച്ച് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് അവിടെ എഴുതേണ്ടത്? താഴെ നോക്കിക്കേ. പാനീസേ അല്ലേ, വെള്ളം എന്നാ കൊടുത്തിരിക്കുന്നത്. പാനീസ എന്ന് പറഞ്ഞാൽ വെള്ളത്താൽ. വെള്ളത്താൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും വെള്ളം ഉള്ളത് കൊണ്ട് അല്ലേ. അതെ, ഇവിടെ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ജർനെ ബഹ്തേ അരുവികൾ ഒഴുകും. നാലേ ബഹ്തേ എന്ന് പറഞ്ഞാല് തോടുകൾ ഒഴുകും അല്ലെ. നാലേ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞു കുഞ്ഞു ചാലുകളൊക്കെയാണ് കേട്ടോ, ചാലുകൾ ഒഴുകും. പിന്നെ താൽ തലയ്യ ബർജാത്തേ കുളങ്ങൾ നിറഞ്ഞൊഴുകും. അടുത്തത് ഘാഘർ ബർജാത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഘാഘർ എന്ന് പറഞ്ഞാൽ ഓടകളാണ് അല്ലെ. ഓടകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകും. അപ്പൊ ഇത് ഓരോന്നും എടുത്തിട്ട് നിങ്ങൾ ഇവിടെ 1,
2 3 എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതാണ് ചോദ്യം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇത് ഇവിടെ 1 2 3 4 1 2 3 4 4 ഉണ്ട്. നിങ്ങൾ ഇവിടേക്ക് എടുത്തിട്ട് 4 എഴുതുക. പിന്നെ അടുത്തത് നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വെള്ളത്തിനെ കൊണ്ട് സഹായിക്കുന്നത്. വെള്ളം എന്തൊക്കെയാ ചെയ്യുന്നത്? ഫസലേ മുകുത്തി എന്ന് പറഞ്ഞാൽ വിളകൾ മുളയ്ക്കും അല്ലേ? ഫസലേ ഉകുത്തി. അപ്പൊ അതിവിടെ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അങ്ങനെ പലതും നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റണം. ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? റെഡിയാണോ? ഓക്കെ. യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. എന്താണ് ഇത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമാണ്. ആ ഓം ബച്ചത് കരേം പാനിക്ക്. വരൂ ബച്ചത് കരേം, സംരക്ഷിക്കൂ പാനിക്ക്, വെള്ളത്തെ. ഓക്കെ, വെള്ളത്തെ സംരക്ഷിക്കണം. അപ്പൊ ഈ ചിത്രം കണ്ടപ്പോൾ മിസ്സിന്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് എന്ത് തയ്യാറാക്കാനാണ് എന്ന് അല്ലേ? ചോദ്യം എന്താണ്? പാനിക്ക് മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേം. വെള്ളത്തിന്റെ മഹത്വത്തിനെ കുറിച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കൂ എന്നതാണ് ചോദ്യം. ഓക്കെ അല്ലേ? റെഡി ആണല്ലോ? യെസ്. അപ്പൊ ദേ മിസ് ഇവിടെ വെള്ളത്തിന്റെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോസ്റ്റർ വന്നാൽ നല്ല ഭംഗിയിൽ റൗണ്ട് ഒക്കെ ചെയ്ത് പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ഒക്കെ ചെയ്ത് വലിയൊരു ബോക്സ് ഒക്കെ വരച്ച് വൃത്തിയാക്കി എഴുതണം കേട്ടോ. അപ്പോഴേ പോസ്റ്ററിന് ടീച്ചർ മാർക്ക് തരികയുള്ളൂ, നല്ല ഭംഗിയാക്കിയാൽ. അപ്പൊ ആദ്യത്തെ എന്താ കൊടുത്തിരിക്കുന്നേ? ജൽ ജീവൻ കാ ആധാർ ഹേ. ജലം ജീവന്റെ ആധാരമാണ് അല്ലെ? അടിസ്ഥാനമാണ്. ആധാർ ഹേ എന്ന് പറഞ്ഞാല് അടിസ്ഥാനമാണ്. അടുത്തത് എന്താ മിസ് കൊടുത്തിരിക്കുന്നത്? ജൽ നഹി തോ കൽ നഹി, ജൽ നഹി തോ ഹം നഹി. ജലം ഇല്ലെങ്കിൽ എന്തില്ല? നാളെ ഇല്ല, നാളെ ഇല്ല, ഇന്നും ഇല്ല, ഒന്നുമില്ല. എന്നിട്ടോ ജൽ നഹി തോ ഹം നഹി, ജലമില്ലെങ്കിൽ എന്താണ്? നമ്മളില്ല. ഓക്കെ അല്ലേ? ലാസ്റ്റത്തത് പാനി ബച്ചായേം ജീവൻ ബച്ചായേം. വെള്ളം സംരക്ഷിക്കൂ, ജീവനും സംരക്ഷിക്കൂ. ബച്ചായേ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കൂ. ഇവിടെ എഴുതാട്ടോ മിസ്. ഓക്കെ, വെള്ളം സംരക്ഷിക്കണം, ജീവനും സംരക്ഷിക്കണം. അടുത്തത് പാനി ഹി ജീവൻ ഹേ. വെള്ളമാണ് ജീവിതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? വെള്ളത്തിനെ കുറിച്ചിട്ട് 2 3 4 കാര്യങ്ങളൊക്കെ മിസ്സിന്റെ മക്കള് പോസ്റ്ററിൽ എഴുതി വെക്കണം. ഇതിൽ തന്നെ മിസ് എത്രണ്ണം കൊടുത്തിട്ടുണ്ട്? 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു. ഓക്കെ, ഇത്ര എണ്ണം ഉണ്ട് ഇതിൽ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു 2 എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. റെഡി അല്ലേ? അപ്പൊ ഇത്രയും ചാപ്റ്റർ ആണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പാനി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഇതിൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കൂല, ഒരു ചോദ്യവും 2 ചോദിക്കുക. കാരണം എല്ലാ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കൂലേ പബ്ലിക് എക്സാമിന്. അപ്പം ഈ ചാപ്റ്ററിൽ നിന്നും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവും ചോദിക്കുക. എല്ലാ ക്വസ്റ്റ്യനും മിസ്സിന്റെ മക്കള് നന്നാക്കി പഠിച്ചു വെക്കണം. റെഡി അല്ലേ? ഈ ചാപ്റ്ററിന്റെ സമ്മറി മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സമ്മറി കാണാത്ത ആൾക്കാരാണെങ്കിൽ 10 മിനിറ്റിന്റെ ഈസി സമ്മറി മിസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാരും പോയിട്ട് കാണണം കേട്ടോ. റെഡി അല്ലേ? സെറ്റ് ആണല്ലോ? യെസ് മക്കളെ, താങ്ക് യു സോ മച്ച്.